ശ്രീ എൻ പിച്ചക്കുട്ടി, ഈ ചർച്ചയുടെ ഒടുവിൽ നമ്മൾ എത്തി നിൽക്കുന്ന ഒരു പോയിന്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതൊരു ആശയക്കുഴപ്പമുണ്ടാക്കിയ വിസിറ്റാണ് എന്നുള്ളത് ഇടതു നിരീക്ഷകൻ തന്നെ സമ്മതിക്കുന്നു. ഈ ആശയക്കുഴപ്പമാണ് ഇവിടുത്തെ രാഷ്ട്രീയ പ്രശ്നം, അതല്ലേ എൻ പിച്ചക്കുട്ടി? കാരണം ഒന്നാം പിണറായി സർക്കാരിൻ്റെയും രണ്ടാം പിണറായി സർക്കാരിൻ്റെയും ഏറ്റവും മോശമായി പെർഫോം ചെയ്ത വകുപ്പ് ആഭ്യന്തര വകുപ്പാണെന്ന് ഇടതുപക്ഷം തന്നെ സമ്മതിക്കുന്നുണ്ട്, അണികൾ തന്നെ സമ്മതിക്കുന്നുണ്ട്. അവിടെ ഒരു വലിയ തരത്തിലുള്ള ഒരു പോലീസിംഗ് സംവിധാനം മനുഷ്യാവകാശങ്ങളെ ലംഘിച്ചെങ്ങനെയാണ് പെരുമാറിയതെന്നറിയാം. UAPA കേസ്, അലൻ താഹയുടെ കേസ്, കസ്റ്റഡി മരണത്തിൻ്റെ കേസ്, കരുളായി ഏറ്റുമുട്ടൽ കൊലയുടെ കേസ്, ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഓരോരോ കേസുകളിൽ ശബരിമലയിൽ എങ്ങനെയാണ് വത്സൻ തില്ലങ്കരിക്ക് മൈക്ക് കിട്ടിയത്. ഇങ്ങനെ സംഘപരിവാറിൻ്റെ ലക്ഷണമുള്ളൊരു പോലീസിംഗ് ആയി നമ്മുടെ പോലീസ് സേനയെ മാറ്റാൻ പല കാലഘട്ടങ്ങളിൽ ശ്രമിച്ചു. അതിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിഷ്ക്രിയത്വമോ അതല്ലെങ്കിൽ അതിൽ അദ്ദേഹത്തിന്റെ മൗനസമ്മതമോ അതിന് കാരണമായിട്ടുണ്ടെന്നൊരു വ്യാഖ്യാനത്തിലേക്ക് പോകത്തക്ക രീതിയിൽ ഒരു ആശയക്കുഴപ്പം സൃഷ്ടിക്കപ്പെട്ടിട്ടില്ലേ എൻ പിച്ചക്കുട്ടി? അതെ, തീർച്ചയായും 2016 മുഖ്യമന്ത്രിയായിരുന്ന സമയത്തുണ്ടായിരുന്ന ഒരു സമീപനമല്ല ഇപ്പോൾ 2024 മുഖ്യമന്ത്രി എടുക്കുന്നത്. അത് വളരെ ഗൗരവമുള്ള ചില ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. അന്ന് വളരെ അസർട്ടീവായിട്ട് ഇത്തരം കാര്യങ്ങളിൽ പൊസിഷൻ എടുത്തിരുന്ന മുഖ്യമന്ത്രി, വളരെ ശക്തമായ നിലപാടുകൾ എടുത്തിരുന്ന മുഖ്യമന്ത്രി, അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ നേട്ടമായിട്ട് ഞാൻ കാണുന്നത് കണ്ണൂർ ജില്ലയിൽ 40 വർഷമായിട്ട് നിലനിന്ന വർഗീയ സംഘർഷങ്ങൾ, CPM ഒരു ഭാഗത്തും RSS മറുഭാഗത്തുമായിട്ടുണ്ടായിരുന്ന അതിരൂക്ഷമായിട്ടുള്ള സംഘർഷങ്ങൾ അദ്ദേഹം പരസ്യമായിട്ടുള്ള ചർച്ചകളിലൂടെ തന്നെയാണ് അത് അവസാനിപ്പിച്ചത്. അത് അദ്ദേഹത്തിന് ഏറ്റവും വലിയ ചരിത്രപരമായ നേട്ടമാണ്. പക്ഷേ അതൊരു തുറന്ന ചർച്ചയായിരുന്നു. അത് പൊതുസമൂഹത്തിന് മുമ്പിലാണ് അദ്ദേഹം നടത്തിയത്. അപ്പോൾ അതിനുശേഷം ഇപ്പോൾ 2024 ആകുമ്പോഴേക്ക് അദ്ദേഹത്തിൻ്റെ സമീപനങ്ങളിൽ മാറ്റം വരുന്നുണ്ട്. ആ സമീപനങ്ങളിൽ മാറ്റം പൊതുസമൂഹ പ്രശ്നങ്ങൾ കൊണ്ടല്ല, മറിച്ച് അദ്ദേഹത്തിൻ്റെ തന്നെ വ്യക്തിപരമായ അദ്ദേഹത്തിൻ്റെ ചില ദുർബലതകളുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ചില പ്രയാസങ്ങൾ കൊണ്ടാണ് എന്നാണ് സമൂഹം മനസ്സിലാക്കുന്നത്. അത് ഒരു റിയാലിറ്റിയാണ്. പലതരം കേസുകളുണ്ട്, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനെ സംബന്ധിച്ച ആരോപണങ്ങളുണ്ട്. അതൊക്കെ തന്നെ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തിൽ വരുന്നതാണ്, ഒരുപക്ഷെ അറസ്റ്റ് ചെയ്യാവുന്നതാണ്. പല ആളുകളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് അദ്ദേഹത്തെ വല്ലാതെ അലട്ടുന്നുണ്ട് എന്ന ഒരു തോന്നലാണ് ഉള്ളത്. അത് യഥാർത്ഥത്തിൽ കേരളം പോലെ സ്ഥലത്ത് ജനങ്ങൾ ചിന്തിക്കുന്നുണ്ട്. രണ്ടാമത്തെ ഒരു പ്രശ്നം, കഴിഞ്ഞ 2021 തെരഞ്ഞെടുപ്പിൽ പോലും മുസ്ലിങ്ങളടക്കമുള്ള ന്യൂനപക്ഷങ്ങളുടെ ഒരു വലിയ കേന്ദ്രീകരണം LDFന് അനുകൂലമായിട്ടുണ്ടായിരുന്നു. അതിന് പ്രധാനപ്പെട്ട കാരണം കേന്ദ്രം ഭരിക്കുന്ന സർക്കാരിനോടുള്ള ഏറ്റവും ശക്തമായിട്ട് റെസിസ്റ്റൻസ്, അവരുടെ വർഗീയ നിലപാടിനെതിരായിട്ട് ഏറ്റവും ശക്തമായ പ്രതിരോധം സൃഷ്ടിക്കുന്നത് CPMഉം LDFും ആണെന്നുള്ളൊരു ധാരണയുണ്ടായിരുന്നു. ആ ധാരണ ഇന്നിപ്പം ഇല്ലാതായി കണ്ടിരിക്കുന്നതാണ് നമുക്ക് കാണുന്നത്. ന്യൂനപക്ഷങ്ങൾക്കിടയിൽ വലിയ ആശങ്കയുണ്ട്. ന്യൂനപക്ഷങ്ങളിൽ പലരും മനസ്സിലാക്കുന്നത് CPMഉം CPMന്റെ സർക്കാരും പോലീസ് സംവിധാനവും കൂടുതലായിട്ട് RSSന്റെ നിയന്ത്രണത്തിലേക്ക് പോകുന്നു. അതിന് മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ പല കാരണങ്ങൾ അദ്ദേഹം ദുർബലനായിട്ട് മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ദുർബലനായ മുഖ്യമന്ത്രി എന്ന നിലയിൽ പലപ്പോഴും അദ്ദേഹത്തിൻ്റെ നിയന്ത്രണം മറ്റ് പല ശക്തികളിലേക്ക് പോകുന്നുണ്ട്. ഇത് ആപത്താണ് എന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഈ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇത് കൺഫ്യൂഷൻ മാത്രമല്ല, CPMന്റെ രാഷ്ട്രീയ അടിത്തറയിൽ വലിയ തോതിലുള്ള ഒരു ശോഷണം വരുന്ന സാഹചര്യമാണ് കാണുന്നത്. ഇതുണ്ടാക്കാൻ പോകുന്ന ആപത്ത് അടുത്ത വർഷം നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് തന്നെ നമുക്ക് കാണാൻ കഴിയും. അത് അവർക്ക് എളുപ്പത്തിൽ അത് മാറാൻ കഴിയില്ല. അപ്പം അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം, അവരുടെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇക്കാര്യത്തിൽ കർശനമായിട്ടുള്ള നിലപാടുകളിലേക്ക് അവർ പോകുന്നില്ലെങ്കിൽ ഇപ്പം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ബഹുജന വിശ്വാസം, പ്രത്യേകിച്ച് ന്യൂനപക്ഷ വിശ്വാസം തിരിച്ചു പിടിക്കാൻ അവർ കഴിയുന്നില്ല. അവർ വലിയ രാഷ്ട്രീയമായ പ്രതിസന്ധിയിലേക്ക് പോകും.